കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ KM മാണി ഫൗണ്ടേഷന് സ്ഥലം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. തിരുവനന്തപുരം കവടിയാറിലാണ് 25 സെന്റ് ഭൂമി അനുവദിച്ചത്. കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാനും തീരുമാനമായി. ഇതിനായി പാടിക്കകത്ത് ഭൂമി പാട്ടത്തിന് നൽകാൻ മന്ത്രിസഭ തീരുമാനമെടുത്തു. 30 വർഷത്തേക്കാണ് ഭൂമി പാട്ടത്തിന് നൽകുക. റോഷിപ്പാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപ്പാൽ, ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു കരുതൽ എന്ന നിലയ്ക്ക് മന്ത്രിസഭായോഗ തീരുമാനം വരുന്നതും KM മാണി ഫൗണ്ടേഷന് സ്ഥലം അനുവദിക്കുകയും ചെയ്യുന്നത്. ഇതിലൊരു രാഷ്ട്രീയം എന്ന് കണക്കാക്കണോ അതോ നേരത്തെയുള്ള റിക്വസ്റ്റിന്മേൽ അതിൽ തീരുമാനമെടുത്തതാണോ? വിനീത, ഇതിൽ രാഷ്ട്രീയം കാണണം. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണി അടക്കം UDF-ലേക്ക് പോകുന്നു എന്ന അഭ്യൂഹം പരക്കുന്നതിനിടയിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തലസ്ഥാനത്ത് KM മാണിക്ക് സ്മാരകം നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനുള്ള ഭൂമി വിട്ടു നൽകാനുള്ള തീരുമാനം അത് KM മാണി ഫൗണ്ടേഷൻ നൽകിയ അപേക്ഷയിലാണ് തീരുമാനമെങ്കിൽ പോലും ആ തീരുമാനമെടുത്ത സമയം നോക്കുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ചേർത്ത് നിർത്തുമ്പോൾ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അല്ലെങ്കിൽ KM മാണിയെ നെഞ്ചേറ്റുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ഒരു സമ്മാനം കൂടിയാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെത്. ജല അതോറിറ്റിയുടെ കൈവശമുള്ള 25 സെന്റ് ഭൂമിയാണ്. അത് നഗരഹൃദയത്തിലാണ് KM മാണിക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകം ഉയരുന്നത്. അതുകൊണ്ടാണ് അത് വീണ്ടും ചർച്ചയാകുന്നത്. എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ അത് റോഷി അഗസ്റ്റിൻ നേരത്തെ ഈ ഫൗണ്ടേഷൻ നൽകിയ അപേക്ഷ അത് റോഷി അഗസ്റ്റിൻ അത് വീണ്ടും അത് പരിഗണനയ്ക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെടുക. അതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ചുകൊണ്ട് ആ തീരുമാനം എടുക്കുകയാണ്. 25 സെന്റ് സ്ഥലം 30 വർഷത്തേക്കാണ് സംസ്ഥാന സർക്കാർ KM മാണി ഫൗണ്ടേഷന് പാട്ടത്തിന് നൽകുന്നത്. അവിടെ സ്മാരകം ഉയരും. വിനീത, ശരി, ഏതായാലും ആ തീരുമാനം രാഷ്ട്രീയമായി തന്നെ ചേർത്ത് വായിക്കണമെന്നാണ് റോഷിപ്പാൽ റിപ്പോർട്ട് ചെയ്തത്. കേരള കോൺഗ്രസിന് കരുതൽ എന്ന നിലയ്ക്ക് തന്നെ കാരണം KM മാണി ഫൗണ്ടേഷൻ ഇതാ സ്ഥലം അനുവദിച്ചിരിക്കുന്നു സർക്കാർ എന്നതാണ്. നോക്കൂ, ജോസ് കെ മാണി വിഭാഗത്തെ UDF ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് അത് സഭയുടെ നിലപാട് തന്നെയാണ്. ഏതായാലും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സഭ എന്ന് മനസ്സിലാക്കുന്നു. നിലവിലെ സാഹചര്യം UDF-ന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് എത്തണം എന്നതാണ് ആവശ്യമെന്ന് അറിയുന്നു. സജോ ദേവസ്യാണ് ചെയ്തത്. സജോ, വലിയ സമ്മർദ്ദമുണ്ട്. ഇന്നിപ്പോൾ ജോസ് കെ മാണി വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പോലും സഭയുടെ നിലപാട് അത് UDF-നൊപ്പം നിൽക്കൂ എന്നതാണെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല റോഷി അഗസ്റ്റിനെ ഉൾപ്പെടെയുള്ളവരെ അനുനയിപ്പിക്കാൻ കൂടി സഭാ നേതൃത്വം ഇടപെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനീത, ഇതിൽ സമ്മർദ്ദത്തെക്കാൾ ഉപരി സഭയുടെ നിലപാടാണ്. അതായത് ഇരു കേരള കോൺഗ്രസും ഒരു ഐക്യത്തിന്റെ പാതയിൽ UDF മുന്നണിയിൽ സഹകരിച്ചു പോവുക എന്നൊരു ലൈനാണ് പൊതുവെ സ്വീകരിക്കുന്നത്. ഇത് പരസ്യമായും രഹസ്യമായും ഒക്കെ നേരത്തെ തന്നെ സഭാ നേതാക്കൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അല്ലെങ്കിൽ പ്രത്യേകമായി പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭ ഒക്കെ സ്വീകരിച്ചു പോന്നിരുന്ന ഒരു ലൈൻ തന്നെയാണ്. ഇതേ കാര്യം തന്നെയാണ് നേരത്തെ മധ്യ കേരളത്തിലെ സഭാ നേതാക്കളുമായി കേരള കോൺഗ്രസ് എമ്മിനെയും ഒപ്പം ജോസഫ് ഗ്രൂപ്പിലെയും വിവിധ നേതാക്കൾ പല ഘട്ടങ്ങളിലായി ആശയവിനിമയം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ സഭാ നേതൃത്വം സ്വീകരിച്ചിരുന്ന ഒരു നിലപാടും ഇത് തന്നെയാണ്. UDF-ലേക്ക് പോവുക, UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുമുണ്ട്. ആ ഘട്ടത്തിൽ ഒരു പ്രാതിനിധ്യം എന്ന നിലയ്ക്ക് കൂടി പരിഗണിച്ചാലും കേരള കോൺഗ്രസ് UDF-ലേക്ക് പോകുന്നത് തന്നെയാണ് ഉചിതം എന്നൊരു നിലപാടാണ്. അതേസമയം നേരിട്ട് പ്രത്യക്ഷമായ ഒരു കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകുന്നതിനപ്പുറം ആ വഴി അതിലേക്ക് UDF-ലേക്ക് വഴി തുറക്കാൻ ആവശ്യമായ ഒരു ഇടപെടലിന്റെ റോൾ സഭ എന്തായാലും വഹിക്കുന്നുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസ് ആ പാർട്ടി പിളരാതെ തന്നെ UDF-ൽ എത്തണം. ജോസഫ് ഗ്രൂപ്പ് അക്കാര്യത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് ആ ഘട്ടത്തിൽ പോകരുത്. പരസ്യമായി ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൂടി സെറ്റിൽ ചെയ്യുക എന്നൊരു നിലപാടും സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വിവിധ ഗ്രൂപ്പുകളായി വിഘടിച്ച് നിൽക്കുമ്പോഴും കേരള കോൺഗ്രസ് ആ ലൈൻ തന്നെയാണ് സഭ ഇപ്പോഴും ഉറച്ചു സ്വീകരിക്കുന്നത്. അതാണ് എന്തായാലും സഭയുടെ ലൈനിന് വഴങ്ങുമോ എന്നതാണ് അറിയേണ്ടത്.